അസ്സലാമു അലൈക്കും. നമ്മൾ 5-ാമത്തെ ചാപ്റ്റർ സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികൾ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. അല്ലാതെ മിസ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ടെക്സ്റ്റും കൂടെ വായിച്ചിട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുക. അപ്പോൾ പ്രധാനമായും ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് എന്താണ്? കുടുംബം, ജാതി, ഗോത്രം, വിപണി തുടങ്ങിയ സാമൂഹ്യ സ്ഥാപനങ്ങൾ അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്, അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ സാമൂഹിക അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക വിഭവങ്ങൾ ലഭ്യമാകുന്നതിലുള്ള അസമത്വത്തിൻ്റെ രീതി, അതിനെയാണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്. സാമൂഹിക വിഭവം ലഭ്യമാകുന്നതിലുള്ള അസമത്വം. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്നത്, അതുപോലെ തന്നെ പാവപ്പെട്ട ദരിദ്രരായ ജനങ്ങൾ എല്ലാ മേഖലയിലും ജോലിയെടുക്കുന്നത്, എല്ലാ മേഖലയിലും അധ്വാനിക്കുന്നത് ഈ പാവപ്പെട്ട ദരിദ്രരായ ജനങ്ങളാണ്. അതുപോലെ തന്നെ സ്കൂൾ പഠിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട്. അങ്ങനത്തെയൊക്കെയുള്ള കുറേ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഇതൊക്കെ എന്താണ്? സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും ഉദാഹരണങ്ങളാണ്. അപ്പോൾ സാമൂഹിക അസമത്വം എന്നത്, സാമൂഹിക അസമത്വങ്ങളും ബഹിഷ്കരണവും എന്നത് എന്താണ്? പ്രകൃതിദത്തവും അനിവാര്യവുമായിട്ടുള്ളൊരു കാര്യമാണ്. അസമത്വവും ബഹിഷ്കരണവും സ്വാഭാവികമാണ്, എന്നാൽ അനിവാര്യവുമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ സാമൂഹ്യ അസമത്വവും ബഹിഷ്കരണവും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ഈ പാവപ്പെട്ടവർ കഴിവുകേട് കൊണ്ട് പുറന്തള്ളപ്പെടുന്നു എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല, ഒരു സത്യമല്ല. പാവപ്പെട്ടവർ എന്ത് ചെയ്യുന്നു? കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. കുറേ ചിത്രങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുള്ളൂ കേട്ടോ. കുട്ടികൾ പണിയെടുക്കുന്നതും നിർമ്മാണ മേഖലയിലൊക്കെ കുട്ടികളുടെ പ്രവർത്തനങ്ങളൊക്കെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉയർച്ചയിൽ ആ വ്യക്തിയുടെ കഠിനാധ്വാനത്തിന് നല്ല സ്ഥാനമാണുള്ളത്. കഠിനാധ്വാനം അവിടെ നല്ലൊരു പങ്കാണ് വഹിക്കുന്നത്. പക്ഷേ ഒരു വെറും കഠിനാധ്വാനം അതുപോലെ തന്നെ കഴിവുള്ളത് കൊണ്ട് മാത്രം എന്താവുകയില്ല, വ്യക്തി ഉയർച്ചയിലെത്തുകയുമില്ല. അതിനെന്ത് വേണം? അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ കൂടി ഒരു വ്യക്തിക്ക് അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി സാമൂഹിക അസമത്വത്തിലും ബഹിഷ്കരണത്തിലും സാമൂഹികമായി എന്താണുള്ളത്? സാമൂഹിക അസമത്വവും ബഹിഷ്കരണവും. അപ്പോൾ ഈ സാമൂഹ്യ അസമത്വം ബഹിഷ്കരണം എന്നത് വെറും ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതല്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ കുറിച്ചുള്ളതല്ല, ഒരുപാട് സംഘങ്ങളെ കുറിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? സാമൂഹികമാണ്. ഇത്
ഒരു സാമ്പത്തിക പ്രശ്നമായല്ല കാണുന്നത്, ഇതൊരു സാമൂഹിക പ്രശ്നമായാണ് കാണുന്നത്. അതുപോലെ തന്നെ പറയാണ്, ഇത് വ്യവസ്ഥാപരവും ഘടനാപരവുമാണ്. സാമൂഹ്യ അസമത്വങ്ങൾക്ക് നിശ്ചിതമായ ഒരു മാതൃക തന്നെയുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റുകളും പറയണത് എന്താണ്? സാമൂഹിക അസമത്വം അതുപോലെ തന്നെ ബഹിഷ്കരണമൊക്കെ സമൂഹത്തിൽ തന്നെ ഉള്ളതാണ്, ഒരു സാമൂഹിക പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. ഇനി സാമൂഹ്യ അസമത്വം എന്താണെന്ന് പറഞ്ഞല്ലോ. സാമൂഹിക വിഭവങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അസമത്വമാണ് സാമൂഹ്യ അസമത്വം. ഇനി എല്ലാ സമൂഹങ്ങളും നോക്കുകയാണെങ്കിലും ചില വ്യക്തികൾക്ക് അധികാരമുള്ളവരാവും, പണമുള്ളവരാവും, പ്രശസ്തിയുള്ളവരാവും, അങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലേ. ഈ സാമൂഹ്യ വിഭവങ്ങളെ 3 രൂപത്തിലുള്ള മൂലധനമായി തരംതിരിക്കാം. ഒന്നാമത്തേതാണ് സാമ്പത്തിക മൂലധനം, രണ്ടാമത്തേത് സാംസ്കാരിക മൂലധനം, മൂന്നാമത്തേത് സാമൂഹിക മൂലധനം. ഭൗതിക സ്വത്തുക്കളും വരുമാനവുമാണ് സാമ്പത്തിക മൂലധനം. വിദ്യാഭ്യാസ യോഗ്യതയും പദവികളുമാണ് സാംസ്കാരിക മൂലധനം. ബന്ധങ്ങളുടെ ശൃംഖലകളും സാമൂഹിക സംഘടനകളും സാമൂഹിക മൂലധനത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ സാമൂഹിക വിഭവങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരുപോലെയല്ലേ. സാമൂഹ്യ വിഭവങ്ങളുടെ 3 മൂലധന രൂപങ്ങൾ പറഞ്ഞല്ലോ. സാമ്പത്തികം, സാംസ്കാരികം, സാമൂഹികം. അതിൽ തന്നെ ഭൗതിക സ്വത്ത്, വരുമാനം, വിദ്യാഭ്യാസം, പദവി, ബന്ധങ്ങൾ, സാമൂഹ്യ സംഘടനകൾ. അപ്പോൾ ചിലർക്ക് എന്തുണ്ടാവും? നല്ല സ്വത്തൊക്കെ ഉണ്ടാവും. ചിലർക്ക് അതുപോലെ വിദ്യാഭ്യാസം കൂടുതലായിരിക്കും. ചിലർക്ക് ബന്ധങ്ങളും സാമൂഹ്യ സംഘടനകളൊക്കെ കൂടുതലായിരിക്കും. ഇതൊക്കെ എന്താണ്? ഒരു സാമൂഹിക ശ്രേണീകരണമായിട്ടാണ് പറയപ്പെടുന്നത്. ഈ സാമൂഹിക ശ്രേണി പ്രകാരം എല്ലാവരുടെയും പദവി ഒന്നല്ല, എന്ത് ചെയ്യുന്നു? പല തട്ടുകളായിട്ട് തിരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൽ ജനങ്ങളുടെ വ്യക്തിത്വം, അവരുടെ അനുഭവങ്ങൾ, മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ, അവർക്ക് ലഭിക്കുന്ന വിഭവങ്ങൾ, അവസരങ്ങൾ, ഇതൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ്? ഓരോ ശ്രേണികളായിട്ട് തിരിക്കുകയാണ് ചെയ്യണത്. ഇത് വിശദീകരിക്കാൻ, സാമൂഹിക ശ്രേണീകരണം വിശദീകരിക്കാൻ പ്രധാനമായും 3 തത്വങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തത് സാമൂഹിക ശ്രേണീകരണം സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയാണ്. രണ്ടാമത്തത് സാമൂഹിക ശ്രേണീകരണം തലമുറകളായി നിലനിൽക്കുന്നു. മൂന്നാമത്തത് സാമൂഹിക ശ്രേണീകരണത്തെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ രീതികൾ പിന്തുണക്കുന്നു. അപ്പോൾ അതിലൊന്നാമത്തെ നോക്കുക, സാമൂഹിക ശ്രേണീകരണം സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എന്താണ് ഇങ്ങനെ പറയണത്? ഈ സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം സവിശേഷതയല്ല, അത് എന്തിൻ്റെയാണ്? സമൂഹത്തിൻ്റെ സവിശേഷതയാണ്. വ്യക്തികൾ തമ്മിലുള്ള വ്യത്യസ്തതയിൽ നിന്ന് മാത്രം ഉണ്ടായതല്ല, അത് വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ സാമൂഹിക വിഭവങ്ങൾ തുല്യതയില്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുന്നൊരു സംവിധാനം കൂടിയാണ് സാമൂഹിക ശ്രേണീകരണം. അതുപോലെ സമൂഹത്തിൻ്റെ തലങ്ങളാക്കൽ. അപ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു? അസമമായ വിതരണം ചെയ്യുന്ന സമ്പ്രദായമാണ് സാമൂഹ്യ ശ്രേണീകരണം.
പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സമൂഹങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദനം നന്നേ കുറവായതിനാൽ സാമൂഹിക ശ്രേണീകരണം പ്രാഥമികമായി മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ച് ജീവിച്ചു പോന്ന സമൂഹങ്ങൾ. എന്നാൽ സാങ്കേതികമായി പുരോഗതി ആർജിച്ചപ്പോൾ സമൂഹങ്ങളിൽ സാമൂഹിക ശ്രേണീകരണം എന്നത് അതിൻ്റെ ശരിയായ രൂപത്തിൽ നിലനിന്നു പോന്നു. അവരുടെ സ്വന്തം ആവശ്യത്തേക്കാൾ കൂടുതൽ ഉൽപ്പാദനം അവർ നടത്തിപ്പോന്നു. അതുകൊണ്ട് തന്നെ സാങ്കേതിക പുരോഗതി ആർജിച്ചപ്പോൾ സാമൂഹിക ശ്രേണീകരണം നല്ല നിലയിലാണ് നടന്നിരുന്നത്. രണ്ടാമത്തെ സാമൂഹിക ശ്രേണീകരണം തലമുറകളായി നിലനിൽക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് തലമുറയിൽ നിന്ന് തലമുറയിലേക്കുള്ള ഒരു പൈതൃകമായി ലഭിക്കുന്ന ഒന്നായിട്ടാണ് സാമൂഹിക ശ്രേണീകരണത്തെ കാണുന്നത്. ഒരു വ്യക്തിയുടെ സാമൂഹ്യ പദവി നിയന്ത്രിക്കുന്നത് എന്താണ്? തലമുറകളാണ്. തങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിച്ചു പോന്ന തലമുറകളിലൂടെയാണ് കുട്ടികൾ എന്താകുന്നത്? സാമൂഹ്യ പദവികളിൽ എത്തുന്നത്. ജാതിയെ അനുസരിച്ചാണ്, ജാതി വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലുകളും നിർണയിക്കപ്പെടുന്നത്. അപ്പോൾ സാമൂഹിക അസമത്വം, സാമൂഹ്യ വിഭജനം തലമുറകളെ അതിജീവിക്കുന്നു, തലമുറകളായിട്ട് കിട്ടിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തത് സാമൂഹിക ശ്രേണീകരണം എന്താണ്? വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ രീതികളാണ് പിന്തുണക്കുന്നത്. ലിംഗം, മതം, ഭാഷ, ജാതി, ഭിന്നശേഷിയുള്ള അവസ്ഥ എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ബഹിഷ്കരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ, പ്രബല പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? പൊതുസ്ഥലങ്ങളിൽ വെച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ജനനത്തിൻ്റെ, തൊഴിലിൻ്റെ ഒക്കെ കാര്യത്തിൽ എന്താണ്? ബ്രാഹ്മണർ ഉന്നതരും ദലിതർ താഴ്ന്നവരുമാണ്. അവിടെ എന്താണ്? വിവേചന ശ്രേണീകരണമാണ് നടക്കുന്നത്. അപ്പോൾ വിശുദ്ധിയുടെയും അശുദ്ധിയുടെയും പേരിലാണ് ജാതി സംവിധാനം ന്യായീകരിക്കപ്പെടുന്നത്. ഇനി എന്തൊക്കെ മുൻവിധികളാണ് ഇതിൽ കാണുന്നത്? മുൻകൂട്ടി തീർച്ച കൽപ്പിക്കുന്നതാണ് മുൻവിധി. മുൻകൂട്ടി തീർച്ച കൽപ്പിക്കുന്നതാണ് മുൻവിധി എന്ന് പറയണത്. ഒരു ഗണത്തിലെ അംഗങ്ങൾക്ക് മറ്റ് വിഭാഗങ്ങളെക്കുറിച്ചുള്ള മുൻധാരണകളെയും മനോഭാവങ്ങളെയുമാണ് മുൻവിധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മുൻവിധികളിലൂടെ ഒരു വ്യക്തിയുടെ വീക്ഷണങ്ങൾ പലപ്പോഴും എന്തായിരിക്കാം? ശരിയായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിരിക്കാം. പ്രത്യക്ഷമായ തെളിവുകളെ അയാൾ പരിഗണിക്കില്ല. അപ്പോൾ മുൻവിധികൾ എന്ന് പറയുന്നത് ചിലപ്പം തെറ്റാവാം, ചിലപ്പം ശരിയാവാം, അനുകൂലമോ നിഷേധാത്മകമോ ആകാം. നിഷേധാത്മകമായ അർത്ഥത്തിലാണ് പൊതുവെ മുൻവിധിയെ ഉപയോഗിക്കുന്നത്. മുൻവിധികളുടെ അടിത്തറ എന്ന് പറയുന്നത് സ്ഥിരധാരണകളാണ്. ഒരു വിഭാഗം ജനങ്ങളെക്കുറിച്ചുള്ള ഉറച്ചതും മാറ്റമില്ലാത്തതുമായ സ്വഭാവ ചിത്രങ്ങളാണ് അവ.
വംശങ്ങളുടെയും വർഗങ്ങളുടെയും സ്ത്രീകളുടെയും നേരെ ഈ സ്ഥിര ധാരണകൾ പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പറയാണ്, സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് വിവേചനമാണ്. അന്യ ഗ്രൂപ്പിനോടോ വ്യക്തിയോടോ ഉള്ള യഥാർത്ഥമായ പെരുമാറ്റം. അതുപോലെ തന്നെ വിവേചനം ഏകപക്ഷീയവും പക്ഷപാതപരവുമാണ്. വിവേചനം പ്രകടമല്ല. ഒരു ഗണത്തിന് അവസരം നിഷേധിക്കുന്നതാണ് വിവേചനം. അപ്പോൾ മുൻവിധികൾ, അഭിപ്രായങ്ങളും മനോഭാവങ്ങളും ഒക്കെയാണ് വിശദീകരിക്കുന്നത് എങ്കിൽ വിവേചനം എന്താണ്? ഒരു വിഭാഗത്തിനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ ഉള്ള പെരുമാറ്റത്തെയാണ് വിവേചനമായിട്ട് കാണുന്നത്. അത് ജാതി, മതം, ലിംഗം എന്നിവയുടെ പേരിലൊക്കെ എന്ത് ചെയ്യുന്നു? അവസരങ്ങൾ നിഷേധിക്കുന്നതായിട്ട് കാണാം. അതാണ് വിവേചനമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ലിംഗഭേദത്തിൻ്റെ, മതത്തിൻ്റെയൊക്കെ പേരിൽ ആളുകൾക്ക് ജോലി നിഷേധിക്കുന്നത്, അതൊക്കെ വിവേചനമായിട്ടാണ് കാണുന്നത്. വിവേചനം തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. വിവേചനത്തിനുള്ള കാരണം ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല? പുറത്ത് പറയുന്നില്ല. വിവേചനത്തെ മറച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജാതിയുടെ പേരിലൊക്കെ ജോലി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വിവേചനം എന്ന് പറയുന്നത് ജാതി, മതം, ലിംഗം എന്നിവയുടെയൊക്കെ പേരിൽ ആളുകളെ വേർതിരിക്കുന്നത്, അത് പല മാർഗങ്ങളിൽ കൂടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? വിവേചനങ്ങൾ പ്രസ്താവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാമൂഹ്യ ബഹിഷ്കരണം, ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ടെക്സ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. നോട്ട് ഷോർട്ട് നോട്ടാക്കിയിട്ട് നോട്ട് എഴുതും ചെയ്യുക. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും.